നമ്മൾ ഇന്ന് സോഷ്യോളജിയിലെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. BSOC 101 ആണ് ഇതിന്റെ കോഡ് വരുന്നത്. ഇതൊരു കോർ പേപ്പർ ആണ്. സോഷ്യോളജി എന്താണെന്നും സോഷ്യോളജിയുടെ കൺസെപ്റ്റ്സ് എന്താണെന്നും സോഷ്യോളജിയുടെ എമർജൻസും നേച്ചറും സ്കോപ്പും അതേപോലെ സോഷ്യോളജിക്ക് മറ്റു വിഷയങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഒക്കെ ആയിട്ട് സോഷ്യോളജിയെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 1 എന്ന് പറയുന്നത്. ഇത് മെയിൻലി 3 ബ്ലോക്കാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ നേരത്തെ പറഞ്ഞ പോലെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അതായത് നമുക്ക് എങ്ങനെ സോഷ്യോളജിക്കലി തിങ്ക് ചെയ്യാം, അതേപോലെ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ സോഷ്യോളജി ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, അതേപോലെ എങ്ങനെ സോഷ്യോളജി എമർജ് ചെയ്തു വന്നു. നമുക്കറിയാലേ ഫ്രഞ്ച് റവല്യൂഷനിലൂടെയാണ് സോഷ്യോളജിയുടെ 19th സെഞ്ചുറിയിൽ വരുന്നതൊക്കെ. അത് എങ്ങനെയൊക്കെയാണ് എമർജ് ചെയ്ത് വന്നത്, അതിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇവന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് ഈ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയിൽ പറയുന്നത്. അതിൽ യൂണിറ്റ് 1 വരുന്നത് തിങ്കിങ് സോഷ്യോളജിക്കലി. അതിലാണ് നമ്മൾ ഈ എവറിഡേ ലൈഫിലുള്ള കാര്യങ്ങളും പിന്നെ സോഷ്യോളജിക്കൽ മെത്തേഡ്സിനെ കുറിച്ചും ചെറിയ ചെറിയ ബേസിക് കൺസെപ്റ്റ്സിനെ കുറിച്ചും ഒക്കെ പറയുന്നത് ഈ തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന യൂണിറ്റ് 1ലാണ്. നെക്സ്റ്റ് യൂണിറ്റ് 2, അതിൽ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി ആണ്. സോഷ്യോളജിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ആന്ത്രപ്പോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഷ്യൽ തിങ്സ് ആണ് സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് അത് റിലേറ്റഡ് ടു സോഷ്യോളജി തന്നെയാണ്. അപ്പം അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിന്റെ രണ്ടിന്റെ എമർജൻസ്, സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രപ്പോളജിയിലെ എമർജൻസും എങ്ങനെയൊക്കെയാണ് എന്നാണ് യൂണിറ്റ് 2ൽ പറയുന്നത്. അടുത്ത യൂണിറ്റ് 3, അതായത് ബ്ലോക്ക് 2ൽ വരുന്നതാണ്. യൂണിറ്റ് 3ൽ പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സബ്ജക്ട്സ്, അതായത് ഇപ്പം സൈക്കോളജി ആയിരുന്നാലും ഇക്കണോമിക്സ് ആയിരുന്നാലും പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നാലും ആന്ത്രപ്പോളജി ആയിരുന്നാലും ഹിസ്റ്ററി ആയിരുന്നാലും ഓരോ സബ്ജക്റ്റുമായിട്ട് സോഷ്യോളജി ക്ലോസ്ലി കണക്ഷൻസ് ഉണ്ട്. സോഷ്യോളജി നമ്മുടെ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെ. ഇപ്പൊ എക്കണോമിക്സ് എടുത്താലും നമുക്ക് എക്കണോമി ഇല്ലാതെ ഒരു ഹ്യൂമൻ ബീയിന് മുന്നോട്ട് പോകാൻ പറ്റൂല. അതേപോലെ ഹിസ്റ്ററി പഠിച്ചാൽ മാത്രമേ ഒരു സൊസൈറ്റി എങ്ങനെ എക്സിസ്റ്റ് ആയി എന്ന് നമുക്ക് പഠിക്കാൻ പറ്റൂ. അതേപോലെ ഓരോ സബ്ജക്റ്റുമായിട്ടും പൊളിറ്റിക്കൽ സയൻസിനായിട്ടായിരുന്നാലും സൈക്കോളജിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുമായിട്ടൊക്കെ ഒരുപാട് നമ്മൾ സോഷ്യോളജിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ഒരു ഇതാണ് യൂണിറ്റ് 3 to 7 പറയുന്നത്. യൂണിറ്റ് 3ൽ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രപ്പോളജി, യൂണിറ്റ് 6ൽ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഇക്കണോമിക്സ്, യൂണിറ്റ് 5ൽ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി, യൂണിറ്റ് 4ൽ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി, യൂണിറ്റ് 7ൽ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഇത് ഇത്രയാണ് ആ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അടുത്തത് തേർഡ് ബ്ലോക്ക്, ലാസ്റ്റ് ബ്ലോക്കാണ് വരുന്നത്. അതിൽ നമ്മൾ മെയിൻലി സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് കൂടുതലായിട്ട് നോക്കുന്നത്. അതായത് നമ്മുടെ കൾച്ചറും സൊസൈറ്റിയും, എങ്ങനെ കൾച്ചർ എവോൾവ് ചെയ്ത് വന്നു, അതും സൊസൈറ്റിയും തമ്മിൽ എന്താണ് ബന്ധം, അങ്ങനെയുള്ള കൾച്ചറൽ ആസ്പെക്ട്സ്, കുറെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 8ലാണ്. അതായത് ബ്ലോക്ക് 3ലെ ഫസ്റ്റ് ചാപ്റ്റർ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. അടുത്ത യൂണിറ്റ് 10ൽ വരുന്നത് അസോസിയേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഇങ്ങനെ ഓരോ സോഷ്യോളജിക്കൽ ടേംസ് ഉണ്ട്. ഈ സോഷ്യോളജിക്കൽ അസോസിയേഷൻസിനെ കുറിച്ചും ഗ്രൂപ്പ്സിനെ കുറിച്ചും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. യൂണിറ്റ് 9ൽ വരുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസോസിയേഷന്റെ ബാക്കിയായിട്ട് വരുന്ന ഗ്രൂപ്പ്സിനെ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് യൂണിറ്റ് 9ൽ വരുന്നത്. യൂണിറ്റ് 11ൽ സ്റ്റാറ്റസ് ആൻഡ് റോള്, നമ്മുടെ സ്റ്റാറ്റസ് ബൈ ബർത്ത് കിട്ടിയ സ്റ്റാറ്റസിനെ കുറിച്ചായിരുന്നാലും അല്ല നമ്മൾ അച്ചീവ് ചെയ്തെടുത്ത സ്റ്റാറ്റസിനെ കുറിച്ചായിരുന്നാലും ഒക്കെ പറയുന്നത്. സ്റ്റാറ്റസിന്റെയും റോളിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ ഒരു യൂണിറ്റിലാണ് വരുന്നത്. നെക്സ്റ്റ് സോഷ്യലൈസേഷൻ, യൂണിറ്റ് 12. സോഷ്യലൈസേഷൻ നമ്മുടെ സോഷ്യോളജി തന്നെ കോർ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ ആണ്. ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെ സോഷ്യലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് സോഷ്യലൈസേഷൻ അല്ലേ. പല ഗ്രൂപ്പ്സിലൂടെ, പ്രൈമറി ഗ്രൂപ്പ്സ് ആയി നമ്മുടെ ഫാമിലിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ സെക്കൻഡറി ഗ്രൂപ്പ് ആവുന്ന, അങ്ങനെ പല ഗ്രൂപ്പ്സിലൂടെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ പഠിക്കുന്നത്. അപ്പം അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും എങ്ങനെ സോഷ്യലൈസേഷൻ വന്നു, സോഷ്യലൈസേഷൻ എന്ന കൺസെപ്റ്റ് എന്താണ് എന്നൊക്കെയാണ് യൂണിറ്റ് 12 എന്നതിൽ പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 14 സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച്. നമ്മൾ എപ്പോഴും ഒരു കൺട്രോളിലാണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പോകുന്നത്. ഇപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്നാലും നമുക്കൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ലോ ആൻഡ് ഓർഡർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതേപോലെ മൊറാലിറ്റി നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്തു. നമ്മുടെ വാല്യൂസ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ കസ്റ്റംസ്, ഇതെല്ലാം എല്ലാ ഹ്യൂമൻ ബീയിങ്ങിന് നേരെയും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. ആ സോഷ്യൽ കൺട്രോളിനെ കുറിച്ചും ചേഞ്ചിനെ കുറിച്ചും ഒക്കെ പറയുന്ന ചാപ്റ്റർ ആണ് യൂണിറ്റ് 14ൽ വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 13ൽ വരുന്നതെന്ന് വെച്ചാൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സൊസൈറ്റിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്,
സൊസൈറ്റിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 1ന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് സോഷ്യോളജി എന്നും സോഷ്യോളജി എങ്ങനെ എമർജ് ചെയ്തു വന്നു എന്നും സോഷ്യോളജിക്കുള്ള ബേസിക് കൺസെപ്റ്റ്സ് എന്താണെന്നും അതേപോലെ സോഷ്യോളജിക്ക് മറ്റ് സബ്ജക്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും അതേപോലെ കൾച്ചർ എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, റോൾ എന്താണ്, പവർ എന്താണ്, സോഷ്യലൈസേഷൻ എന്താണ്, ഇങ്ങനത്തെ കീ കൺസെപ്റ്റുകളാണ് ഈ ഒരു പേപ്പറിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത്. താങ്ക് യു.